മാറ്റിയുടെ ആൾക്കൂട്ടാക്രമണത്തിൽ കൊല്ലപ്പെട്ട അശോക് ദാസിന്റെ മൃതദേഹം ഏറ്റെടുക്കാനാകാതെ കുടുംബം ബുദ്ധിമുട്ടുകയാണ്. അരുണാചലിൽ നിന്ന് കേരളത്തിൽ എത്താനുള്ള പണം ഇല്ലാത്തതാണ് പ്രതിസന്ധി. മൃതദേഹം നാട്ടിലെത്തിക്കാമെന്ന് എറണാകുളം ജില്ലാ ഭരണകൂടം നേരത്തെ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇതിന് ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങേണ്ടതുണ്ട്. 25,000 माने 25,000 रुपया जैसे हम कलेक्शन करके 2 आदमी को भेजा, तो वहाँ का पुलिस, लोकल पुलिस कुछ बोला कि कोई भी आओ लाश लेके जाओ, ऐसे सोच के हम 2 आदमी को भेजा। अभी वो 2 आदमी जाने के बाद से वो लोग को लाश नहीं दे रहा है, तो इसके लिए हमको कोई मदद करने के लिए आइए, हमको लाश लेने के लिए कुछ मदद कर दीजिए। എസ് രാഗിനാണ് വിവരങ്ങളുമായി ചെന്നത്. രാഗിന് വല്ലാത്തൊരു ദുഃഖകരമായ സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം നമ്മളാണ് ഈ കുടുംബത്തിൻ്റെ അവസ്ഥ അത് പൊതുജനത്തെ അറിയിച്ചത്. തുടർന്ന് കളക്ടർ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. നമ്മളോട് തന്നെ പറഞ്ഞത് വേഗത്തിൽ നടപടികൾ സ്വീകരിക്കുമെന്നാണ്. പിന്നീട് എന്താണ് സംഭവിച്ചത്? ഇപ്പോഴെന്താണ് പ്രതിസന്ധി? ആ പ്രതിസന്ധി പരിഹരിക്കാൻ എന്തെങ്കിലും ഇടപെടലുണ്ടോ? രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ ദുഃഖകരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഇപ്പോൾ ആ ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഒന്ന്, ഈ ആൾക്കൂട്ട ആക്രമണത്തിൽ അശോക് ദാസ് എന്ന് പറയുന്ന അരുണാചൽ പ്രദേശ് സ്വദേശി കൊല്ലപ്പെടുന്നു. ആ കൊല്ലപ്പെട്ടതിന് ശേഷം ഈ മൃതദേഹം അത് അവരുടെ ശേഷക്രിയയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ കുടുംബാംഗങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട്. പക്ഷേ ഇത് ബ്ലഡ് റിലേഷനിലുള്ള ഒരാൾക്ക് നൽകാൻ കഴിയും. അപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് അവരോട് ആവശ്യപ്പെട്ടു. അങ്ങനെ അവർക്ക് പരിചയമുള്ള, കുടുംബത്തിന് പരിചയമുള്ള ബംഗളൂരുവിൽ നിന്നുള്ള 1-2 പേർ ആ നാട്ടിൽ ഉള്ളവർ ഇവിടെ എത്തി. പക്ഷേ പോലീസിന് അത് വിട്ടുകൊടുക്കാൻ കഴിയില്ല. അതിന് ചില നിയമ പ്രശ്നങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് 25,000 രൂപയെ 2 പേരെ നാട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു, പിരിവെടുത്താണ് ആ പണവുമായി അവർ വന്നത് എന്ന് ഈ പ്രതികരണത്തിൽ അല്പം മുമ്പ് നമ്മൾ കേട്ടതാണല്ലോ. അങ്ങനെ 25,000 രൂപയെ എത്തിയിട്ടും വിട്ടുകൊടുക്കാത്തതിന്റെ നിയമപ്രശ്നം എന്താണ്? അത് പരിഹരിക്കാൻ കഴിയുന്നതല്ലേ? പോലീസിനോട് സംസാരിക്കുമ്പോൾ അത് ബ്ലഡ് റിലേഷനിലുള്ളവർക്ക്, രക്തബന്ധത്തിലുള്ളവർക്ക് മാത്രമേ ഇത്തരത്തിലൊരു കൊലപാതകത്തിൽ ഉൾപ്പെട്ട സംഭവമാണ്, അതുകൊണ്ട് ആ ബോഡി വിട്ടുകൊടുക്കാൻ കഴിയൂ എന്ന് പോലീസ് വ്യക്തമാക്കുന്നു. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങോട്ട് വരണമെന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വരണമെന്നുണ്ട്. പക്ഷേ അവരുടെ കയ്യിൽ അതിന് പണമില്ല. അതായത് ഒരാൾ മരിച്ച് ഇരിക്കുന്നു, അയാളുടെ മൃതദേഹം കേരളത്തിൽ ഇരിക്കുന്നു. ആ ഘട്ടത്തിൽ കുടുംബത്തിന് ഇവിടെ എത്തി ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പാങ്ങില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. അവർക്ക് ഉള്ള പൈസ കൊടുത്താണ് അവരുടെ അയൽവാസികളായിട്ടുള്ള 2 പേർ ഇവിടെ എത്തുകയും കാര്യങ്ങൾ നോക്കുകയും ചെയ്തത്. പക്ഷേ അവർക്ക് നിയമപരമായി ബോഡി വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. ജില്ലാ ഭരണകൂടമാണെങ്കിൽ ബോഡി അവിടെ എത്തിച്ചു നൽകാമെന്ന് പറയുന്നു. പക്ഷേ അവർക്ക് ഇവിടെ ഫിസിക്കലായി എത്തി ഇത് ഏറ്റുവാങ്ങേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് ഒരു തരത്തിൽ, അല്ലെങ്കിൽ 2 സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ അല്ലെങ്കിൽ അത്തരം ചർച്ചകൾ നടത്തുകയോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഇൻ്റർവെൻഷൻ ഇക്കാര്യത്തിൽ ഒരു കാര്യങ്ങൾ ഉണ്ടായാൽ ഒരു പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നേരെയാകാൻ കഴിയും. പക്ഷേ ഇപ്പോഴും മൃതദേഹം ഇവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. അവർക്കാണെങ്കിൽ ഇങ്ങോട്ട് എത്താനും കഴിയില്ല. അവർ ഇപ്പോൾ പറയുന്നത് ഇവിടെ തന്നെ സംസ്കരിച്ചാൽ മതി. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള പണം പോലും ഇപ്പോൾ കയ്യിലില്ലാത്ത അവസ്ഥയാണുള്ളത്. സഹോദരിയുടെ പ്രതികരണം, സഹോദരിയുടെയും ഭർത്താവിൻ്റെയും പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ഇതിൽ ഒരു തുടർ നടപടി, ഇതിൽ ഒരു സാങ്കേതികത്വത്തിൻ്റെയൊക്കെ അപ്പുറത്ത് നിന്നൊരു ഇടപെടൽ, മനുഷ്യത്വപരമായിട്ടുള്ള ഇടപെടൽ ഇക്കാര്യത്തിൽ കൂടുതൽ ആവശ്യമായിട്ടുണ്ട്. അത് ഏത് തലങ്ങളിൽ വേണം, ഏത് ഘട്ടത്തിൽ വേണമെന്നൊക്കെ ജില്ലാ ഭരണകൂടവും അല്ലെങ്കിൽ അരുണാചൽ സർക്കാരും ഇക്കാര്യത്തിൽ ചില നടപടികൾ സ്വീകരിക്കാൻ കഴിയുന്നതാണ്. അത്തരം ചില ഇന്റർവെൻഷൻ ഇക്കാര്യത്തിൽ ആവശ്യമായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും മൃതദേഹം ഇപ്പോൾ ഇവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങോട്ട് വരണമെങ്കിൽ പണമില്ലാത്തൊരു സ്ഥിതിയാണ് ഉള്ളത്.